ലോകത്തിലെ സിവിൽ സർവീസ് ചരിത്രത്തിൽ അത്യപൂർവമായ ഒരു നിയമ പോരാട്ടത്തിനാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ എറണാകുളം ബെഞ്ച് ഇപ്പോൾ വിധി കൽപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിലും നിയമനങ്ങളിലും രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തി സർക്കാർ സ്വീകരിച്ചു പോന്ന കീഴ്വഴക്കങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ് ഈ വിധി. IAS കേഡർ തസ്തികകളിൽ കേഡർ ഇതര ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ട്രിബ്യൂണൽ വ്യക്തമാക്കിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വലിയൊരു ഭരണ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി IAS ഓഫീസേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് ഈ നിർണായക ഉത്തരവ് ഉണ്ടായത്. IAS കേഡർ തസ്തികകളിൽ IPS ഉദ്യോഗസ്ഥരെയോ മറ്റ് കേഡർ ഇതര ഉദ്യോഗസ്ഥരെയോ നിയമിക്കുന്നത് സർവ്വസാധാരണമായ ഒന്നായി മാറിയതിനെതിരെയായിരുന്നു അസോസിയേഷന്റെ നീക്കം. 2014 കേഡർ നിയമനങ്ങൾ സംസ്ഥാന സർക്കാർ നഗ്നമായി ലംഘിക്കുന്നുവെന്നും ഇത് ഉദ്യോഗസ്ഥരുടെ സേവന വ്യവസ്ഥകളെ മനോവീര്യത്തെയും ബാധിക്കുന്നുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സീനിയർ IAS ഉദ്യോഗസ്ഥനായ B അശോക് കുമാറിനെ മാറ്റിയതുൾപ്പെടെയുള്ള 3 പ്രധാന സ്ഥലംമാറ്റ ഉത്തരവുകളെയാണ് അസോസിയേഷൻ ചോദ്യം ചെയ്തത്. ഈ വാദങ്ങൾ ശരിവെച്ച ട്രിബ്യൂണൽ പ്രസ്തുത ഉത്തരവുകൾ റദ്ദാക്കുകയും കേഡർ നിയമനങ്ങൾ കർശനമായി പാലിക്കാൻ സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ വിധിയുടെ ഏറ്റവും വലിയ ഇരയായി മാറുന്നത് നിലവിലെ എക്സൈസ് കമ്മീഷണറായ MR അജിത് കുമാർ IPS ആയിരിക്കും. ADGP റാങ്കിലുള്ള അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറായി നിയമിച്ചത് നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. CAT വിധിയോടെ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാനാവില്ലെന്ന് ഉറപ്പായി. എക്സൈസ് കമ്മീഷണർ എന്നത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ള IAS കേഡർ തസ്തികയാണ്. അവിടെ IAS ഉദ്യോഗസ്ഥരെ മാത്രമേ നിയമിക്കാവൂ എന്ന നിയമം അനുശാസിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ താൽക്കാലികമായി മറ്റു ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ വ്യവസ്ഥയുണ്ടെങ്കിലും അത് സ്ഥിരം സംവിധാനമായി മാറുന്നത് നിയമവിരുദ്ധമാണെന്ന് ട്രിബ്യൂണൽ നിരീക്ഷിച്ചു. അജിത് കുമാറിനെ ഈ സ്ഥാനത്ത് നിയമിച്ചത് ചട്ടവിരുദ്ധമാണെന്ന കണ്ടെത്തൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അജിത് കുമാറിനെ മാറ്റി പകരം ഒരു IAS ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കേണ്ടി വരും. എക്സൈസ് കമ്മീഷണർ സ്ഥാനത്തിന് പുറമെ മറ്റ് 2 പ്രധാന സ്ഥാപനങ്ങളിലെ നിയമങ്ങളെക്കുറിച്ചും CAT വിധിയിൽ പരാമർശമുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കിലയുടെ ഡയറക്ടർ സ്ഥാനം IAS ഉദ്യോഗസ്ഥർക്ക് മാത്രമേ സംവരണം ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ പലപ്പോഴും വിരമിച്ച ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ സർക്കാരിന് താല്പര്യമുള്ള മറ്റുള്ളവരെയാണ് ഇവിടെ നിയമിക്കാറുള്ളത്. IMG ഡയറക്ടർ സ്ഥാനവും ഒരു കേഡർ തസ്തികയാണ്. ഇവിടെയും നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടെന്ന് ട്രിബ്യൂണൽ ചൂണ്ടിക്കാട്ടി. ഈ 2 സ്ഥാനങ്ങളിലും അടിയന്തരമായി മാറ്റങ്ങൾ വരുത്തി IAS ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ CAT നിർദ്ദേശിച്ചു. ഇത് നടപ്പിലാക്കുന്നതോടെ ഭരണതലത്തിൽ ഒരു വലിയ അഴിച്ചുപണി തന്നെ പ്രതീക്ഷിക്കാം. IAS IPS IF ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങളും സ്ഥലം മാറ്റങ്ങളും നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പാണ്. 2014 പരിഷ്കരിച്ച നിയമപ്രകാരം ഓരോ സംസ്ഥാനത്തിനും അനുവദിച്ചിട്ടുള്ള കേഡർ തസ്തികകളിൽ ആ കേഡറിലുള്ള ഉദ്യോഗസ്ഥരെ മാത്രമേ നിയമിക്കാവൂ. പ്രത്യേക സാഹചര്യങ്ങളിൽ 3 മാസത്തേക്ക് മാത്രമേ കേഡർ ഇതര ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ അനുവാദമുള്ളൂ. അതിൽ കൂടുതൽ നീളുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതി വാങ്ങേണ്ടതുണ്ട്. കേരളത്തിൽ ഈ നിയമങ്ങൾ പാലിക്കപ്പെടാറില്ലെന്ന IAS അസോസിയേഷന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. സർക്കാരിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ മാറ്റുന്നതിന് പരിധിയുണ്ടെന്നും ഭരണഘടനാപരമായ ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ട്രിബ്യൂണലിന് അധികാരമുണ്ടെന്നും വിധി വ്യക്തമാക്കുന്നു. ഭരണതലത്തിൽ വലിയ ചർച്ചകൾക്കാണ് ഈ വിധി വഴി തുറന്നിരിക്കുന്നത്. സർക്കാരിന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ പ്രധാന തസ്തികകളിൽ പ്രതിഷ്ഠിക്കുന്ന രീതിക്ക് ഇനി കടിഞ്ഞാൻ വീഴും. ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റങ്ങളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ കുറയ്ക്കാനും ഭരണനിർവഹണത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും ഈ വിധി സഹായിക്കുമെന്ന് മുൻ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. IAS കേഡർ തസ്തികകളിൽ IPS ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് പലപ്പോഴും സിവിൽ സർവീസിലെ ഈ 2 വിഭാഗങ്ങൾക്കിടയിൽ ശീതയുദ്ധത്തിന് കാരണമായിരുന്നു. IAS ഉദ്യോഗസ്ഥരുടെ അവസരങ്ങൾ IPSകാർ തട്ടിയെടുക്കുന്നെന്ന പരാതിക്ക് CAT വിധി ഒരു പരിഹാരമാകും. പുതിയ വിധി പ്രകാരം എക്സൈസ് കമ്മീഷണർ സ്ഥാനത്തേക്ക് സീനിയർ IAS ഉദ്യോഗസ്ഥരെ കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ പല പ്രധാന വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ മാറ്റി പ്രതിഷ്ഠിക്കേണ്ടി വരുന്നത് സർക്കാരിന് വലിയ തലവേദനയാകും. CAT വിധിയിൽ സർക്കാരിന് മേൽക്കോടതിയിൽ സമീപിക്കാൻ അവകാശവുമുണ്ട്. അജിത് കുമാറിനെ പോലെ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റുന്നത് തടയാൻ സർക്കാർ നിയമോപദേശം തേടിയേക്കും. എന്നാൽ കേഡർ നിയമങ്ങൾ വ്യക്തമായതുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിക്കുക എന്നത് അത്ര എളുപ്പമാകില്ല. IAS ഉദ്യോഗസ്ഥരുടെ താൽപര്യങ്ങൾക്കെതിരായി നീക്കം തുടരുന്നത് സിവിൽ സർവീസിനുള്ളിൽ തന്നെ പ്രതിഷേധങ്ങൾ കടുപ്പിക്കാനും കാരണമായേക്കാം. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഈ വിധി കേരളത്തിലെ ഭരണനിർവഹണ രംഗത്ത് ശുദ്ധീകരണം വരുത്താൻ സഹായിക്കുന്ന ഒന്നാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ നിയമനത്തിൽ രാഷ്ട്രീയ താൽപര്യങ്ങളെക്കാൾ ചട്ടങ്ങൾക്കാണ് മുൻഗണനയെന്നും ഈ ഉത്തരവ് അടിവരയിടുന്നു. എക്സൈസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്നും MR അജിത് കുമാറിനെ മാറ്റേണ്ടി വരുന്നത് സർക്കാരിന് വലിയൊരു രാഷ്ട്രീയ പ്രഹരം കൂടിയാണ്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ IAS IPS തലപ്പത്തും വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും ഉറപ്പാണ്. ഭരണഘടനാപരമായ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സുതാര്യമായ ഭരണത്തിന് ഈ വിധി ഒരു വഴികാട്ടിയാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.